ഞായറാഴ്ചയായിട്ട് ഉച്ചത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചുട്ടോ. സാധാരണ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് പോക്ക് കുറവാണ് കേട്ടോ. അത് ഈ നട്ടുച്ചയ്ക്ക് പട്ടാമ്പി പോയി ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രാന്താടോ എന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ വെറുതെ ഒന്നല്ല കേട്ടോ, നല്ല അടിപൊളി സ്പെഷ്യൽ ഐറ്റംസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോണത്. അപ്പൊ ലൊക്കേഷൻ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. നമ്മുടെ പട്ടാമ്പി ഷൊർട്ടൂർ റോഡിന് മൈജിയുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഉള്ളിക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ലാലൂസ് കിച്ചൺ വരണത്. മെയിൻ ആയിട്ട് പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം ഉണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ ബോർഡിലുള്ളത്. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഇതേ വന്നിരുന്നു. തേജൂന് ഇവിടെ ഓൾറെഡി നെയ്ച്ചോറും കാര്യങ്ങളും ബിരിയാണിയും എല്ലാതും എക്സ്ട്രാ ഇറങ്ങിയോണ്ട് അവന് റൈസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അവന് നെയ്ച്ചോറാ പറഞ്ഞത്. നെയ്ച്ചോറും അവിടുത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ തേജൂര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും വിൻഷേട്ടനും പറഞ്ഞത് അവിടുത്തെ നാടൻ സദ്യയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നിനൊന്ന് മെച്ചാണ്, ഉപ്പേരി ആയാലും കറി ആയാലും എന്തായാലും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാന്ന് വിൻഷേട്ടൻ തന്നെ പറഞ്ഞു തരും കേട്ടോ. കാരണം വിൻഷേട്ടന്റെ ഫ്രണ്ട്സിന്റെ ഷോപ്പാണല്ലോ. പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഒരുവിധം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞത് കരിമീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ ആവോലി തവ, പിന്നെ ഞണ്ട് റോസ്റ്റ്. അത് മൂന്നായിരുന്നു ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു കേട്ടോ. പുതിയതായിട്ട് തുടങ്ങിയിട്ട് സ്പെഷ്യലായിട്ട് തുടങ്ങിയത് അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് കരിമീൻ പൊള്ളിച്ചതാണെന്ന് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ മുകളിലെ മസാലയും കാര്യങ്ങളൊക്കെ. ഞണ്ട് റോസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മിസ്സാക്കട്ടെ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് കരിമീൻ പൊള്ളിച്ചതും പിന്നെ ഈ ഒരു ഐറ്റം താവയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് അതിന്റെ മുകളിലെ മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിന്റെ കൂടി ഞാൻ കുറേ വെറുതെ കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് നമ്മുടെ തേജപ്പനാണ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അവനും അതെ 2 ടൈപ്പ് മീനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസൊക്കെ കുട്ടിയോടെ ബാക്കി വെച്ചു, വെറും മീൻ കഴിക്കാനായിട്ട് ഇരിക്കണത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവസാനം നമ്മള് പ്ലേറ്റ് ഒക്കെ ഒരുവിധമൊക്കെ കാലിയാക്കിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഞണ്ട് കഴിക്കാറില്ല കേട്ടോ. ഞണ്ട് മുഴുവൻ കഴിച്ച സൂര്യനെയാണ്, സൂര്യയും തേജും പാടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആവോലി തവ കേട്ടോ. അടിപൊളിയുണ്ട്, നല്ല സ്പെഷ്യൽ ആയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവരാണ് കേട്ടോ നമ്മുടെ കടയുടെ ആൾക്കാര്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോസിൽ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് വിൻഷേട്ടൻ ഫ്രണ്ട്സ് ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയണത് കേട്ടോ. അത്രയും നമ്മൾ ധൈര്യത്തിൽ പറയണത് നിങ്ങളുടെ അടുത്ത്. പിന്നെ കുറെ പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇനി എന്തായാലും അങ്ങോട്ട് പോകുമെന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യലായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഈ വഴി പട്ടാമ്പി വഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും കയറിക്കോളോ. നമ്മുടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കണം അതുപോലത്തെ നാടൻ ഫുഡ് തന്നെ അവിടെ കിട്ടുക. അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തോളൂ, എന്തായാലും മറക്കണ്ട. നമ്മുടെ പട്ടാമ്പിയിലുള്ള ലാലൂസ് കിച്ചൺ ട്ടാ.